എല്ലാവർക്കും എൻ്റെ പൊൻ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പം ഒരു ചിക്കൻ ബിരിയാണി, പെട്ടെന്നൊരു ബിരിയാണി വേണം, അല്ലെങ്കിൽ രണ്ടുപേരും വിശേഷിച്ച് വന്ന് നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി വെക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു ബിരിയാണി വെക്കാമെന്ന് ആ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് കണ്ടോളൂ. എളുപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ വെള്ളമൊക്കെ നല്ല വെട്ടി തിളപ്പിച്ചിട്ട് ഒരു 4 പട്ട പൊടിച്ച് ഇങ്ങനെ ഇടുക. അതിൻ്റെ കൂടെ 2 ലീഫ് ഇടുക, ഒരു പിടി പെരിഞ്ജീരകവും ഏലക്കയും എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് കച്ചക്കി ഇങ്ങനെ ഒന്ന് ഇടുക. കണ്ടല്ലോ. അതേപോലെ 2 കച്ചോലം അതും ഇങ്ങനെ പൊട്ടിച്ചിടുക, എന്നാലേ മണം കിട്ടത്തുള്ളൂ. എന്നിട്ട് ഉപ്പിടണം. ഉപ്പ് നല്ലോണം ഉപ്പിട്ടാലേ ചോറിനകത്ത് വെക്കട്ടെ. 1 2 3 4 5 ചെറിയ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അത് വെള്ളം തിളച്ചിട്ട് ഒന്ന് നല്ലോണം തിളയ്ക്കട്ടെ. ഇതിലോട്ട് നമുക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടേക്കണം, അത് നല്ലോണം ഒന്ന് കുതിർന്നിരിക്കണം. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ടിടാം, ഇളക്കി കൊടുക്കാം. ഞാൻ ചോറ് ഊറ്റിയാണ് എടുക്കുന്നത്, വറ്റിച്ചടിക്കുകയല്ല കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ, നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ കുറച്ച് സവാള വറുത്ത് വയ്ക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് ചെയ്ത് വയ്ക്കണം കേട്ടോ. ചോറ് വെന്ത ഉടനെ നമുക്ക് ഇതെല്ലാം റെഡിയായിട്ടിരിക്കും. ഇനി നമുക്കൊരു ചെറിയ ജാറെടുത്തിട്ട് ഒരു തുണ്ട് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, അതിൻ്റെ കൂടെ 1 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് 2 പട്ട, 2 ഏലക്ക, ഒരു കച്ചോലം, ഇത്രയും കൂടെ ഇട്ട് ഇത്തിരി ഒരു ശകലം സവാള, ഇത്രയും കൂടെ ഇട്ട് പെട്ടെന്ന് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ കുക്കറിലോട്ട് ചിക്കൻ ഇടാം. എളുപ്പം ചെയ്യുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ ഇട്ടു. നമ്മൾ അരച്ചുകൊണ്ട് വന്ന് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അതിലോട്ട് ഇടണം. ഇട്ടിട്ട് 2 തക്കാളി, 4 സവാള,